അനന്തനാണ്. Right in the middle is Anandan. എല്ലാവരും ജപിക്കുക. ഓം അനന്തായ നാഗരാജായൈ നമ. തൊട്ടടുത്ത് വാസുകി. Next to him is Vasuki. ഓം വാസുക്യൈ സർപ്പരാജായൈ നമ. അനന്തന്റെ തൊട്ട് ഫലത്തിൽ തൃശൂലത്തിന്റെ ആകൃതിയുള്ളത് തക്ഷകൻ. So the next onto the right of Anandan is Takshagan with a sign of Vishnu. തക്ഷകനെ ജപിക്കാം. ഓം തം തക്ഷകായൈ നാഗാധിപതയേ നമ. പിന്നെ അടുത്തത് കാർക്കോടകനാണ്. Next is Karkodakan, this side. കാർക്കോടകന്റെ പടത്തില് കാളിയമർദ്ദനത്തിന്റെ ചിത്രം ഉണ്ടാവും. In Karkodan's foot there will be a sign of Kaliyamardana. ജപിക്കാം. ഓം ക്രീം കാർക്കോടകായൈ സർപ്പാധിപതയേ നമ. ഇനി അടുത്തത് ഗുളികനാണ്. The next over there is Guligan. ഗുളികൻ എന്നത് ജ്യോതിഷ ശാസ്ത്രത്തിൽ പറയുന്ന ഗുളികനും നാഗങ്ങളിൽ പറയുന്ന ഗുളികനും വ്യത്യാസമുണ്ട്. So this is different from all those who are around from here. In astrology there is something called Guligan. This is not that Guligan. This is separate. ഗുളികൻ എന്നത് ഗന്ധരാജൻ അല്ലെങ്കിൽ മരങ്ങളിൽ ജീവിക്കുന്ന പ്രകൃതിയിൽ പറക്കും സർപ്പം എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഗുളികഭാവത്തിൽ കാണുന്നത്. അപ്പൊ ആ ഗുളികനെയാണ് ജപിക്കുന്നത്. So this serpent is like in the trees and all, and it is believed it flying serpent. ഓം ഗുളികായൈ മഹാ നാഗാധിപതയേ നമോ നമഃ. ശംഖൻ. The next one is Shankhan. ശംഖൻ എന്ന സർപ്പത്തിന്റെ പടത്തിൽ ശംഖിന്റെ അടയാളം ഉണ്ടാവും. So on Shankhan's foot there is a sign of the conch. നമ്മള് പ്രകൃതിയിൽ ഇപ്പോഴും നമ്മൾ പ്രത്യക്ഷമായിട്ടൊക്കെ കാണുമ്പോൾ സ്പെക്ടിക്കൽ കോബ്ര അല്ലെങ്കിൽ കണ്ണാടി മൂർഖന്റെ ഒക്കെ പടത്തിലൊക്കെ കണ്ടാൽ അതുണ്ടാവും. ഡയമണ്ട് ആകൃതിയിൽ ഒക്കെ ശംഖപാലനാണ്. So it's like something spectacle cobra. So in that the design will be there. ശംഖനെ ജപിക്കാം. We now pray to Shankhan. ഓം ശ്രീ ശംഖായൈ സർപ്പാധിപതയേ നമോ നമഃ. ഇനി അടുത്തത് പത്മനാണ്. Next is Padman. പത്മൻ എന്ന സർപ്പം എല്ലാ ഈശ്വരന്മാരുടെയും ആഭരണം പൂണൂല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഏത് ഈശ്വരന്റെയും പ്രതിഷ്ഠ നോക്കിയാൽ അത് ഏത് മാർഗത്തിൽ പൂജ ആയിക്കോട്ടെ, ശുദ്ധമാവാം അശുദ്ധമാവാം, ഏത് രീതിയിലുള്ള ആരാധന, ഉഗ്രമൂർത്തി ആയാലും ശാന്തമൂർത്തി ആയാലും ഒരു സർപ്പത്തിന്റെ ചിഹ്നമെങ്കിലും ആ ഈശ്വരന്റെ ശരീരത്തിൽ ഉണ്ടാവും. ആ രൂപമാണ് പത്മൻ. So Padman in all deities, whether it is of the like the Ugramurti or the Shantamurti, there will always be any kind of maybe a mala or any kind of alangara to the deity, which will be Padman. പത്മനെ ജപിക്കാം. മനുഷ്യന് ഏറ്റവും ആവശ്യം അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിൽ എന്നും ഇപ്പോ നമ്മൾ എത്ര പേര് ജീവിക്കുന്നുണ്ടോ എല്ലാവരും സർപ്പമുണ്ട്. ആ സർപ്പമാണ് പത്മൻ. So this serpent is the most closely this to humans, and because every human there is a serpent, right? So this is to worship Padman. It's the most essential. നമ്മളിലെല്ലാം കുണ്ടലിനി എന്നൊരു ശക്തിയുണ്ട്.
ഈ ശക്തിക്ക് ആധാരമായിട്ടൊരു ശക്തി വരാം. ആ ശക്തി എപ്പോഴും നമ്മുടെ ശിരസിലാണ്ടാവുക, സഹസ്രാര പത്മത്തിൽ. ഈ സഹസ്രാര പത്മം ജനിച്ച കുട്ടികൾക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാപമില്ലാത്തവർക്ക് സഹസ്രാര പത്മം കുറഞ്ഞിരിക്കും. So in the body, everyone has heard of Kundalini. So the base of that is a serpent disc, and at the top of our head, the sahasra, you have anyone they say who has not done any sin as a sahasra. അപ്പോ എല്ലാവരുടെയും സഹസ്രാര പത്മത്തിൽ ഇരിക്കുന്നത് പത്മൻ എന്ന സർപ്പത്തിന്റെ നാഗത്തിന്റെ ചൈതന്യമാണ്. So the sahasra is the reflection of image of Padman, serpent. ഈ പത്മനിലൂടെയാണ് എല്ലാവർക്കും സിദ്ധി കിട്ടുക. It's through Padman that everyone gets siddhi. അതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ചിരിക്കും, കരയും ഒക്കെ ചെയ്യും. കാരണം നമ്മൾ കാണാത്ത പലതും ആ കുട്ടികൾ കാണുന്നുണ്ട് എന്നർത്ഥം. കാരണം ഈശ്വരനെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ കുട്ടികൾ ഈശ്വരനാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ പത്മന്റെ പ്രസാദ്യം ഉണ്ടാവുന്ന ഏതൊരു മനുഷ്യനും ഈശ്വരനുമായി തന്നെ സംവദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈശ്വര ചൈതന്യത്തെ തൊട്ടറിയാൻ പറ്റും. അതുകൊണ്ടാണ് സിദ്ധ യോഗികൾ എല്ലാവരും ഒരു നാഗത്തിന്റെ അടയാളം കയ്യിൽ വെച്ച് നടക്കുന്നത്. So if you see children, they are always smiling, and so they say they see some dimension which is close to the divine. So anyone who's on the path to attaining any siddha, the Padman has to be worked on, and any siddhas you will see will have a serpent. That's the Padma serpent. അപ്പോ പത്മനെ ആരാധിക്കുമ്പോൾ ആ പത്മന്റെ ഫണത്തില് പത്മത്തിന്റെ അല്ലെങ്കിൽ താമരയുടെ ചിത്രം ഉണ്ടാവും. അതില് 2 ഇതളുണ്ടാവും താഴെ. ആ താമരയുടെ ചിത്രത്തിൽ 2 ഇതള്. കാരണം നമ്മുടെ സഹസ്രാര പത്മമാണ് സെറിബലും കൺട്രോൾ ചെയ്യുന്നതും പത്മനാണെന്നാണ് അറിവ്. അപ്പൊ അതുകൊണ്ട് പത്മനെ നന്നായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ തലച്ചോറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കും. So with Padma it's associated with the lotus. So even for the raising energy, that's why the two lotus leaves are a sign for Padma. And they say any kind of cerebral, any kind of disease or any kind of this, praying on Padma is very good. പത്മായി നാഗാധിപതയേ നമഃ.